കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപക പരിശോധനയ്ക്ക് ഡിഐജി നിർദ്ദേശം നൽകി. ബോംബിന്റെ ഉറവിടം പോലീസ് അന്വേഷിക്കുകയാണ്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ സംസ്കാരം ഇന്ന് നടക്കും. സ്ഫോടനം നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സുനിൽ, കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ഇന്ന് റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണല്ലോ പോലീസിന്റെ നീക്കം. വിവരങ്ങൾ എങ്ങനെ? സ്നേഹ, എരഞ്ഞോളിയിൽ വയോധികന്റെ ജീവനെടുത്ത ബോംബ് എങ്ങനെ ആ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തി എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. രണ്ട് സാധ്യതകളാണ് പോലീസിന് മുന്നിലുള്ളത്. ഒന്ന്, ന്യൂമാഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചില രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് വെട്ടേൽക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെ വ്യാപകമായ റെയ്ഡ് പ്രദേശത്ത് പോലീസ് നടത്തി. ഈ റെയ്ഡ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നിർമ്മിച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ബോംബുകൾ ഇത്തരം ആളൊഴിഞ്ഞ മേഖലകളിലേക്ക് മാറ്റിയതാണോ എന്നതാണ് പോലീസിന്റെ ഒരു സംശയം. മറ്റൊന്ന്, ഇതേ സ്ഥലത്ത് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ 14 പേർ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ ഒരു തുടർ പ്രതികരണം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ തിരിച്ചടി എന്ന നിലയ്ക്ക് ബോംബുണ്ടാക്കി സൂക്ഷിച്ചതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 2-3 ദിവസത്തിന് മുൻപാണ് ഈ ബോംബ് ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള ഒരു വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. 2 വഴികളാണ് ഇവിടേക്ക് എത്താനുള്ളത്. ആ 2 വഴികളിലൂടെയും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ സഞ്ചരിച്ച ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അസമയങ്ങളിലും മറ്റും സഞ്ചരിച്ച ആളുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, വിവരങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രദേശത്ത് വലിയ തോതിലുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നുണ്ട്. ഇന്നലെ സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ തന്നെ എരഞ്ഞോളിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ പരിശോധന നടന്നിരുന്നു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവയെ രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ വിപുലമായ ഒരു പരിശോധന നടത്തിയത്. എന്തായാലും ഇതിനൊപ്പം തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബോംബിന് വേണ്ടിയുള്ള പരിശോധന നടത്താൻ ഇപ്പോൾ ഉത്തരമേഖല DIG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.